ന്യൂജൻ യുഗത്തിൽ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പ്രതിസന്ധികളുടെ ആഴവുമായി ജൂലൈ 18 രാത്രി 7 മണിക്ക് നേർരേഖ എത്തുന്നു. മുൻപ് മുതിർന്നവരായിരുന്നു കുട്ടികളുടെ റോൾ മോഡൽ. കാലം മാറി, കഥയും മാറി. കുട്ടികളിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നത് അല്ലെങ്കിൽ കുട്ടികൾ മറ്റു രീതിയിലേക്ക് വിദ്യാലയങ്ങളിലും അല്ല യുവാക്കളിലും അവർ വഴിമാറി പോകുന്നതിൻ്റെ മുഖ്യ കാരണം ഈ വൃദ്ധന്മാരെ പരിഗണിക്കാത്തതും വൃദ്ധന്മാരുടെ വാക്കുകൾ ശ്രദ്ധിക്കാത്തതും കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് പുതുതലമുറ അവർ വേറെ ഏതോ ഒരു ലോകത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ വളരുന്നില്ല, അല്ലെങ്കിൽ അവർ വരുന്നില്ല. അവരുടെ മെൻ്റലി അവർ അതുപോലെ വികസിച്ച് വരുന്നില്ല. പിന്നെ പഴയ കാലത്ത് പഴയ ജനങ്ങൾ കൃഷിയിലും കുടുംബങ്ങളൊക്കെ നോക്കി ആ കുടുംബ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത് മൊത്തം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. മുതിർന്നവരുടെ റോൾ മോഡലുകളായി യുവത്വം മാറിയ ഈ ന്യൂജൻ കാലം 2000-ന് ശേഷമാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു മുതിർന്ന പൗരന്മാരുടെ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ആക്ടിവിറ്റി കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നോ അല്ലെങ്കിൽ സൈഡിലോട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നതോ, കാരണം ഇതിന് കൂടെ ഓടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ഇത് മെജോറിറ്റി പോപ്പുലേഷൻ എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാരായി കഴിഞ്ഞൊരു ലോകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കേരളമാണ് അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. വളരെ സാക്ഷരതയിലും ആരോഗ്യകാര്യത്തിലും മുൻപന്തിയിലായതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ ഇതുപോലെ മുന്നോട്ടേക്ക് വരാനുള്ള പ്രധാന കാരണങ്ങളുണ്ട്. പെൻഷൻ കൊടുക്കലോ അല്ലെങ്കിൽ ഇവരുടെ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവരെ എങ്ങനെ നമ്മുടെ ടോട്ടൽ ഡെവലപ്മെൻറ്റിന്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഡെവലപ്മെൻറ്റിന്, നമ്മുടെ സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഉപയോഗിക്കാം എന്നുള്ളത് ഗൗരവമായിട്ട്. ശൂന്യമായ വീടുകൾ, ഒറ്റപ്പെടലിന്റെ സങ്കടങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, വരുമാനമില്ലായ്മ, കുതിച്ചുയരുന്ന ചികിത്സാ ചെലവ്, ഷുഗർ, പ്രഷർ അങ്ങനത്തെ രോഗങ്ങളാണ്, ജീവിതശൈലി രോഗങ്ങളാണ് മിക്ക ആൾക്കാർക്കും. പിന്നെ ഈ സ്ട്രോക്ക് വരുന്നത്, ക്യാൻസർ, ഇതെല്ലാം നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കെല്ലാം ഉണ്ട്. ആദ്യം എന്ത് ചെയ്യും, അവർ വൈദ്യരെ കാണിച്ച് അങ്ങനെ ചെയ്യും, ആരോഗ്യം നോക്കും. അത് കഴിഞ്ഞ് കുറേ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴാണ് ഡോക്ടറെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോഴേക്ക് രോഗം ഏകദേശം പൂർണ്ണമായി തീരാനുള്ള അവസ്ഥ എത്തുമ്പോൾ ആ രോഗത്തിന് തന്നെ ഒരു രോഗത്തിൽ നിന്ന് വേറൊരു രോഗത്തിലേക്ക് അത് മാറ്റപ്പെടും. ആദ്യമേ അവരത് ഡോക്ടർ ഒരു മെഡിക്കൽ ചെക്കപ്പോ കൺസൾട്ടേഷനെല്ലാം ചെയ്തതാണെങ്കിൽ 10 രൂപ നടക്കുന്നിടത്ത് 10 ഇരട്ടി പൈസ പിന്നെ അവർക്ക് അതിലേക്ക് ചെലവഴിക്കേണ്ടി വരും. അവസാനം അത് പൂർണ്ണമായും ഭേദമാവാനും സാധ്യതയുണ്ടാവുന്നില്ല. സാമൂഹികമായ അവഗണനകൾ, മുതിർന്ന പൗരന്മാർ നേരിടുന്ന പ്രതിസന്ധികൾ ഏറെയാണ്. അറിയേണ്ടതുണ്ട് ഏറെ, പഠിക്കേണ്ടതുണ്ട് അതിലേറെ. യുവാക്കളെ, നിങ്ങൾക്കും നാളെ പ്രായമാകും. മുതിർന്നവരെ സ്വയം മറന്ന് എല്ലാം തീർത്തുകളയല്ലേ. വരുന്നു നേർരേഖ, മറക്കാതെ കാണുക.